ഹായ് എവരിവൺ. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 5ാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന പാഠഭാഗത്തിൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. Pregnancy counseling. The government ensures the service of community health officers to ensure the physical and mental health of pregnant women. Counseling system of the government can be used to get necessary guidelines to identify health issues during pregnancy at an early stage and solve them accordingly. Pregnancy counseling helps in getting proper guidance on the diet to be followed during pregnancy. A healthy home environment, family planning and importance of breastfeeding, the service of family health center field staff, JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശ വർക്കേഴ്സ്, MLSP അതായത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആൻഡ് അംഗൻവാടി സ്റ്റാഫ്സ് ക്യാൻ ബി അവൈലബിൾ ഇൻ ദി ആൻറ്റിനേറ്റൽ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. ഓക്കെ, പ്രഗ്നൻസി കൗൺസിലിംഗ്. ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഇൻഷുർ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള സർവീസസും നമ്മുടെ ഈ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൗൺസിലിംഗ് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ പ്രഗ്നൻ്റ് ആയ സമയത്തുണ്ടാകുന്ന നമ്മുടെ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ഹെൽത്തി ഹോം, അതായത് നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ, നമ്മുടെ ഗാർഹിക അന്തരീക്ഷം എങ്ങനെയായിരിക്കണമെന്നും ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണമെന്നും കുടുംബാസൂത്രണം, അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നമുക്ക് ഈ കൗൺസിലിങ്ങിൻ്റെ സഹായിക്കുന്നതായിരിക്കും. ഇവർ നൽകുന്ന കൗൺസിലിങ്ങിലൂടെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി തരും അവർ. നമുക്കതിനായിട്ട് നമ്മുടെ ഫീൽഡ് ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, അതുപോലെ അംഗനവാടി ജീവനക്കാർ, ഇവരുടെ എല്ലാം സേവനം നമുക്ക് ഈ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, പാറ്റ്യൂറിഷൻ, പ്രസവം. It is a natural process that marks the end of pregnancy and the beginning of a new life outside the womb. Let's illustration 5.6 descriptions and gain more understanding. അതായത് എന്താണ് പ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭാവസ്ഥയുടെ ഏറ്റവും അവസാനവും അതുപോലെ ഗർഭാശയത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ, വോമ്പിന് വെളിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ ജീവൻ്റെ തുടക്കവും അടയാളപ്പെടുത്തുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പാറ്റ്യൂറിഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 5.6 നമുക്ക് സെർവിക്സിലൂടെ അല്ലെങ്കിൽ സെർവിക്സിലൂടെ നമ്മുടെ ഫീറ്റസ് വെളിയിലേക്ക് വരുന്നതിൻ്റെയൊക്കെ ഒരു പിക്ചറാണ് 5.6 പാറ്റ്യൂറിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. നോർമൽ ഡെലിവറി ഈസ് ദ പ്രോസസ് ഓഫ് expelling the fetus through the vagina following strong contractions of the uterine wall. When the baby's head is positioned to face the vaginal opening, the uterus contracts and the cervix dilates to push the baby out. C-section. Cesarean is the surgical removal of the baby when normal delivery is not possible or if there is a risk to the health of the mother or the baby. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് അല്ലെ പാറ്റ്യൂറിഷൻ്റെ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഈ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീറ്റസ് വജൈനയിലൂടെ സ്ട്രോങ് കൺട്രാക്ഷൻ നടന്ന് യൂട്രൈൻ വാളിനുണ്ടാകുന്ന ഒരു സ്ട്രോങ് കൺട്രാക്ഷനിലൂടെ അതെന്ത് ചെയ്യുന്നു, ഗർഭസ്ഥ ശിശു നമ്മുടെ വജൈനയിലൂടെ വെളിയിലേക്ക് വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാധാരണമായിട്ടുള്ള നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ തല നമുക്കറിയാം ഹെഡ് ഡൗൺ പൊസിഷനിൽ ആ സമയമാകുമ്പോഴത്തേക്ക് വരുമെന്നും, അതുപോലെ തന്നെ എങ്ങനെ ഹെഡ് ഡൗൺ പൊസിഷനിൽ വന്നിട്ട് അത് ആ വജൈനൽ ഓപ്പണിങ്ങിൻ്റെ അവിടെയൊക്കെ ഫേസ് ചെയ്തിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ യൂട്രസ് കൺട്രാക്ട് ചെയ്തിട്ട് സെർവിക്സ് ഡയലേറ്റ് ചെയ്തിട്ടാണ് ഈ ബേബി എന്ത് ചെയ്യുന്നത്, പുഷ് ഔട്ട് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് നമ്മുടെ ഗർഭപാത്രം സങ്കോചിക്കുകയും സെർവിക്സ് വികസിച്ച് കുഞ്ഞിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. എന്നാൽ സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതായത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലോ, ഈ രീതിയിൽ ഹെഡ് ഡൗൺ പൊസിഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ യൂട്രൈൻ വാൾ കൺട്രാക്ട് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ നടത്തേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ നടത്തിയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. Next, page number 129. Motherhood. Uterus is the unique organ where the growth and development of the fetus takes place. The uterus is strong enough to hold an additional weight of 10 to 12 kg with about 2 liters of amniotic fluid in which the fetus grows along with the placenta. During this period, the uterus expands 500 to 1000 times. It is the uterus that plays a main role in childbirth through strong contractions. What else is greater in the world than motherhood that involves childbirth and lactation? മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം എന്താണെന്ന് നോക്കാം.
നമ്മുടെ ഫീറ്റസിൻ്റെ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത് അമ്മയുടെ ശരീരത്തിലുള്ള അവയവമായിട്ടുള്ള യൂട്രസ്, ഗർഭാശയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് അല്ലേ. ഈ ഗർഭാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 ലിറ്ററോളം നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡും അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ വെയിറ്റും അതുപോലെ അതിനുള്ളിലെ പ്ലാസൻ്റയുടെയും എല്ലാം കൂടി ഒരു 10-12 കിലോഗ്രാം ഭാരം വരുന്ന വസ്തുവിനെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഉള്ള ഒരു അവയവമാണ് നമ്മുടെ ഈ ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ ഈ പ്രഗ്നൻസി നടക്കുന്ന കാലയളവിൽ നമ്മുടെ സാധാരണയായിട്ടിരിക്കുന്ന യൂട്രസിൻ്റെ 500 മുതൽ 1000 മടങ്ങ് വരെ വികസിക്കാനുള്ളൊരു കഴിവും നമ്മുടെ ഈ യൂട്രസിനുണ്ട്. ഈ യൂട്രസിന് അതുപോലെ തന്നെ നമ്മുടെ പാർട്യൂറിഷൻ നടക്കുന്ന സമയത്ത്, പ്രസവം നടക്കുന്ന സമയത്ത് നല്ല ശക്തമായ രീതിയിൽ കൺട്രാക്ഷൻ ചെയ്യാനും അങ്ങനെ കുഞ്ഞിന് ജന്മം നൽകാനുമെല്ലാം നമ്മുടെ ഈ യൂട്രസ് സഹായിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം വിശേഷപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ അമ്മയുടെ ശരീരത്തിലുള്ള യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം എന്ന് പറയുന്നത്. അതൊരു അമ്മയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിനെ പാലൂട്ടി വളർത്തുന്നതിനെ ആ മാതൃത്വത്തെക്കാൾ മഹനീയമായ എന്താണ് നമ്മുടെ ഈ ലോകത്തുള്ളത്? ഏറ്റവും വലിയ ഒരു പ്രോസസ്സാണ് ഇത്. ഇത്രത്തോളം വലിയൊരു പ്രോസസ്സ് അല്ലെ, ഇത്രത്തോളം വലിയ, അത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള സംഭവമാണ് ഈ കൺട്രാക്ഷനൊക്കെ എന്ന് പറഞ്ഞത്. അത്രയും വേദനാസഹജമായിട്ടുള്ള കാര്യങ്ങളെ സഹിച്ച് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നടത്താനുള്ള ആ ഒരു മാതൃത്വം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർക്ക് മാത്രമാണ് ഉള്ളത്. അതിലേറ്റവും വലിയൊരു മഹനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ മാതൃത്വം എന്ന് പറയുന്നത്. You have understood the importance of care and nutrition during pregnancy and parturition. How should the nutrition and care of a newborn baby? അപ്പം നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞിന് പ്രസവം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയാണ് അതിന് പരിചരണം നൽകേണ്ടതും പോഷണം നൽകേണ്ടതെന്നൊക്കെ. അപ്പം എന്തായിരിക്കും, എന്തൊക്കെ ന്യൂട്രീഷനാണ് കുഞ്ഞിന് ആദ്യം നൽകേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു കുഞ്ഞിനെ കെയർ നൽകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഹൗ ഷുഡ് ദ ന്യൂട്രീഷൻ ആൻഡ് കെയർ ഓഫ് എ ന്യൂ ബോൺ ബേബി? Breast milk alone is the best nutrition for your baby for about the first 6 months of the life. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസക്കാലം അമ്മയുടെ മുലപ്പാൽ മാത്രമായിരിക്കണം നൽകേണ്ടത്. അതാണ് ഏറ്റവും നല്ല ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിൻ്റെ കെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ, വൈപ്പ് ദ ബേബി ഡ്രൈ ആൻഡ് ക്ലീൻ, കീപ് ദ ബേബി വാം വിത്ത് 1 or 2 layers ഓഫ് ക്ലോത്ത്സ് ആൻഡ് കീപ് ദ ഹെഡ് കവേർഡ് വിത്ത് എ ഹാറ്റ്. അതായത് എപ്പോഴും കുഞ്ഞിനെ ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കുക. അതായത് കുഞ്ഞിനെ പാർട്യൂറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിനെ എന്ത് ചെയ്യുക, ഡ്രൈ വൈപ്പ് ചെയ്തിട്ട് ബേബിയെ ഡ്രൈ ആക്കി ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ കുഞ്ഞിന് എപ്പോഴും നല്ല ചൂട് കിട്ടത്തക്ക രീതിയിൽ 1 or 2 layers ഓഫ് ക്ലോത്ത്സ് വെച്ച് കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കുകയും കുഞ്ഞിൻ്റെ തലയിലൂടെയൊക്കെ തണുപ്പടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി പോലുള്ള തുണികളുമൊക്കെ വെച്ച് എപ്പോഴും മറച്ച് അതിനുള്ളിലായിരിക്കണം കുഞ്ഞിനെ സൂക്ഷിക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട് കങ്കാരു കെയർ എന്ന് പറയും. അതായത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്. നമ്മുടെ വേർ യു ഹോൾഡ് യുവർ ന്യൂ ബോൺ, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ, ന്യൂ ബോൺ കുഞ്ഞിനെ നമ്മുടെ അമ്മയുടെ ചെസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയോ ചെസ്റ്റിൽ നല്ല രീതിയിൽ പൊതിഞ്ഞ് സ്കിന്നിനോട് ചേർത്ത് വെച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ ഒരു പൊസിഷന് പറയുന്ന പേരാണ് കങ്കാരു കെയർ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുഞ്ഞിന് ചൂട് കിട്ടുകയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വോമ്പിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് പെട്ടെന്നുള്ള നമ്മുടെ പരിസരവുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ കുഞ്ഞിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല വാമായിട്ട് നല്ല ചൂട് കിട്ടത്തക്ക രീതിയിൽ പൊതിഞ്ഞ് വേണം കുഞ്ഞിനെ സൂക്ഷിക്കേണ്ടത്. വാട്ട് എൽസ് ഈസ് എ വാല്യുബിൾ ആസ് ബ്രസ്റ്റ് മിൽക്ക്? കൊളോസ്ട്രം, എ ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് immediately after giving birth must be compulsorily fed to the baby. This will give the baby lifelong immunity. Only breastfeed should be given up to 6 months. There is no need to give porridge or other liquid food items to the baby. അതായത് കൊളോസ്ട്രം നമ്മൾ പ്രസവിച്ച ഉടനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യെല്ലോ കളറിലെ ലൈറ്റ് യെല്ലോ കളറിലുള്ള നിറത്തിലുള്ള മിൽക്കിന് പറയുന്ന പേരാണ് കൊളോസ്ട്രം എന്ന് പറയുന്നത്. ഈ പാലാണ് നമുക്ക് കുഞ്ഞിന് നിർബന്ധമായിട്ട് നൽകേണ്ടതാണ്. ആദ്യത്തെ ആ ഒരു മിൽക്ക് നിർബന്ധമായിട്ടും കുഞ്ഞിന് നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന് നമ്മുടെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒരു ഫ്ലൂയിഡ് കൂടിയാണ് നമ്മുടെ ഈ കൊളോസ്ട്രം എന്ന് പറയുന്ന യെല്ലോ കളേർഡ് മിൽക്ക്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ 6 മാസം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, 6 മാസം വരെ മുലപ്പാൽ മാത്രം മതി കുഞ്ഞിന് കൊടുക്കാൻ. അല്ലാതെ കുറുക്കുകളോ മറ്റ് കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ദ്രാവക രൂപത്തിലുള്ള മറ്റ് ആഹാരങ്ങളോ ഒന്നും നമുക്ക് കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം അമ്മയിലൂടെ, അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അതെല്ലാം കുഞ്ഞിന് കിട്ടിക്കോളും. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജലാംശവും എല്ലാം ആ മുലപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് 6 മാസം വരെ കുഞ്ഞിന് എന്ത് മാത്രം കൊടുത്താൽ മതി? മുലപ്പാൽ മാത്രം നൽകിയാൽ മതി.
A baby should be breastfed for at least 2 years. Breast milk provides the nutrients needed for growth and cognitive development. Breast milk contains the antibodies that protect the baby against infection, diarrhea, respiratory diseases, and allergies. Breast milk helps to maintain body temperature and to prevent dehydration. അതുപോലെ നമ്മൾ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകിയാൽ മതി. 6 മാസത്തിന് ശേഷം ചെറിയ ദ്രാവക രൂപത്തിലുള്ള നമുക്ക് സോളിഡ് ഫുഡൊക്കെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാം. അതിനുശേഷം ഒരു 2 വയസ്സ് വരെ, ഏകദേശം ഒരു 2 വയസ്സ് വരെ, ചുരുങ്ങിയത് 2 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് നമ്മുടെ ഈ മുലപ്പാൽ നൽകണം. അതായത് അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ മെമ്മറി ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ബുദ്ധിവികാസത്തിനും എല്ലാം ആവശ്യമായിട്ടുള്ള പോഷണങ്ങളെല്ലാം നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിന് ലഭിക്കും. അത് തന്നെയുമല്ല, ഇൻഫെക്ഷൻസ്, അതുപോലെ ഡയറിയ, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ഡിസീസസ്, അലർജി അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും ഒരു ആൻറ്റിബോഡി ആയിട്ട് പ്രവർത്തിക്കാനും എല്ലാം നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്കിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്ത് കുഞ്ഞ് അതിനോട് പൊരുത്തപ്പെട്ട് വരണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചില സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ കുഞ്ഞിൻ്റെ ശരീരത്തിനെ സഹായിക്കാനും നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് സഹായിക്കുന്നത്. ഒരുപാട് ആൻറ്റിബോഡിയായിട്ട് നമ്മുടെ ഈ ആൻറ്റിബോഡികൾ ഈ മുലപ്പാലിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ജേംസിൽ നിന്നുമൊക്കെ അലർജീസിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനും ഈ മുലപ്പാൽ സഹായിക്കും. അതുകൊണ്ട് 2 വയസ്സ് വരെ, പരമാവധി 2 വയസ്സ് വരെ നമ്മൾ മുലപ്പാൽ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡീഹൈഡ്രേഷനും ഒക്കെ തടയാനും നമ്മുടെ ഈ മുലപ്പാൽ നല്ലപോലെ സഹായിക്കും. പേജ് നമ്പർ 130. Like breast milk, vaccines are also a baby's birthright. Vaccination or immunization is the best way to acquire artificial immunity. It is the responsibility of the parents to protect their children's right by administering vaccines at the right time. നമുക്കറിയാം, നമ്മുടെ ഈ മുലപ്പാൽ പോലെ തന്നെ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് എന്താന്ന് പറഞ്ഞത്? വാക്സിനേഷൻ അല്ലേ? വാക്സിൻ എന്ന് പറഞ്ഞത് നമുക്ക് കൃത്രിമമായിട്ട് പ്രതിരോധശേഷി ആർജിക്കാനുള്ള ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണ് ഈ വാക്സിനേഷൻ അഥവാ പ്രതിരോധവൽക്കരണം, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഈ വാക്സിനുകൾ യഥാസമയം നൽകി കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പേരൻസിന് തന്നെ ഉള്ളതാണ്. You can approach the nearest government health centers for vaccination. All vaccines are given for free for babies and pregnant women. ബേബീസിനും പ്രഗ്നൻറ്റ് വുമൻസിനുമായിട്ടുള്ള എല്ലാ വാക്സിനേഷനും നമ്മുടെ വീടിനടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വാക്സിനേഷനായിട്ട് നമ്മുടെ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് പോകേണ്ടത്. നെക്സ്റ്റ് ലെസണിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ മദർ ഹൂ ബ്രസ്റ്റ് ഫീഡ്? മുലയൂട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? നമുക്ക് നോക്കാം. ബ്രസ്റ്റ് ഫീഡിങ് ഹാസ് മെനി ബെനിഫിറ്റ്സ് ഫോർ മദേഴ്സ്. First one is breastfeeding can reduce the risk of breast cancer, ovarian cancer, type 2 diabetes, heart disease, postpartum depression, etc. അപ്പോൾ ഒരുപാട് ഹെൽപ്പാണ് നമ്മുടെ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ് നൽകുന്നത് കൊണ്ട് അവരുടെ ബ്യൂട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും അങ്ങനെയൊക്കെ കരുതിയും ഒക്കെ, അല്ലെങ്കിൽ വർക്കുള്ളവർ അങ്ങനെയൊക്കെ കരുതിയൊക്കെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് നൽകാത്തവരുണ്ട്. എന്നാൽ ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങും കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് മദേഴ്സിനുള്ളത്. പ്രധാനമായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് നൽകുന്നത് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ഓവേറിയൻ ക്യാൻസറോ അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ആ സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. ടൈപ്പ് 2 ഡയബറ്റീസ്, ഹേർട്ട് ഡിസീസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ ഹെൽപ്പ് മദേഴ്സ് ലോസ് വെയിറ്റ് ആഫ്റ്റർ ഗിവിങ് ബർത്ത്. നമുക്കറിയാം, ഈ ഒരു ഡെലിവറി ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മദറിൻ്റെ വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യാൻ വേണ്ടി, ലോസ് ആവാൻ ഒരുപാട് സഹായിക്കും നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ യൂട്രസ് റിട്ടേൺ ടു ഇറ്റ്സ് പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് ഫാസ്റ്റർ. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്രസ് ചുരുങ്ങി പഴയ രീതിയിലാകാനും ബ്രസ്റ്റ് ഫീഡിങ് നമ്മളെ സഹായിക്കും. ആൻഡ് ഇറ്റ് റിലീസസ് ഓക്സിറ്റോസിൻ, എ ഹോർമോൺ ആണ് ദാറ്റ് ഹെൽപ്സ് യു ഫീൽ കാം ആൻഡ് കണക്റ്റഡ് ടു യുവർ ബേബി. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ നമ്മളെപ്പോഴും കാമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം നിലനിർത്താനും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 130. What are the main vaccines given to newborns? What is the time schedule for vaccination? അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാക്സിൻസ് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ വാക്സിനുകളാണ് എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അറ്റ് ബർത്തിൽ BCG
അതുപോലെ OPVയുടെ 0 ഡോസും ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനുമാണ് എടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ എല്ലാം ഫുൾ ഫോമും അതിൻ്റെ എല്ലാം യൂസും ഞാൻ പിന്നീട് ഒരു ചാർട്ട് പോലെ പറഞ്ഞു തരാം. BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിലസ് കലാമിറ്റി ഗ്യൂരിൻ, അത് നമ്മുടെ ട്യൂബർക്കുലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിനാണ്. അതുപോലെ OPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിനാണ്, നമുക്ക് ഓറലി നൽകുന്നതാണ്. അതിൻ്റെ 0 ഡോസും അറ്റ് ബർത്തിൽ തന്നെ കൊടുക്കണം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനും. ഇത് ഇത്രയുമാണ് ജനിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ എടുക്കേണ്ട വാക്സിൻ. പിന്നീട് 6 വീക്സിനുള്ളിൽ എടുക്കേണ്ടതാണ് OPV1, അതും ഈ പോളിയോ വാക്സിനാണ്. OPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന പോളിയോ പാരലൈസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. അതിൻ്റെ ഫസ്റ്റ് ഡോസും 6 ആഴ്ചയിലാണ് എടുക്കുക, 6ാമത്തെ ആഴ്ചയിലാണ്. നെക്സ്റ്റ് ആണ് പെൻഡാവാലൻ്റ് 1. പെൻഡാവാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രോഗങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് ഈ പെൻഡാവാലൻ്റ്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്യൂസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസയുടെ ടൈപ്പ് ബി. ഇത്രയും 5 രോഗങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. അതിൻ്റെ വാക്സിൻ 1 എടുക്കണം ഈ 6ാമത്തെ ആഴ്ചയിൽ. അതുപോലെ IPV1, ഈ IPV അല്ലെങ്കിൽ FIPV എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിനാണ്. ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പോളിയോ വാക്സിനാണിത്. ഈ വാക്സിന് നമുക്ക് ആക്റ്റീവ് ആവുന്നത് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷമാണ്. ഇത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്താണ് ഈ വാക്സിൻ തരുന്നത്. മറ്റേ OPV എന്ന് പറഞ്ഞത് നമുക്ക് തുള്ളിമരുന്നായിട്ട് വായിൽ ഒഴിച്ചു തരുന്ന വാക്സിനാണ്. നെക്സ്റ്റ് നമ്മുടെ 10 വീക്സിൽ എടുക്കുന്ന വാക്സിനാണ്, അത് OPV2. OPV നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത് പെൻഡാവാലൻ്റിൻ്റെയും 2 സെക്കൻഡ് ഡോസ്. അതുപോലെ തന്നെ അടുത്തൊരെണ്ണമാണ് RVV2 എന്ന് പറയും. RVV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോട്ടാ വൈറസ് വാക്സിനാണ്. പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് റോട്ടാ വൈറസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കോമൺലി കാണപ്പെടുന്ന നമ്മുടെ ഡയറിയയ്ക്കും വോമിറ്റിങ്ങിനും ഒക്കെ ഉണ്ടാകും കുട്ടികൾക്ക്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് ഈ റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറഞ്ഞത്. അതാണ് എടുക്കേണ്ടത്. നമ്മുടെ 10ാമത്തെ മാസത്തിൽ എടുക്കേണ്ട വാക്സിനുകളാണ്. അടുത്തത് 14 വീക്സിൽ OPVയുടെ 3rd ഡോസ് എടുക്കണം. പിന്നെ പെൻഡാവാലൻ്റിൻ്റെ 3rd ഡോസ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ FIPV നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ 2nd ഡോസ്. അതുപോലെ തന്നെ RVVയുടെ നെക്സ്റ്റ് 3rd ഡോസ് എടുക്കണം. അതുപോലെ തന്നെ 2nd ഡോസ് എടുക്കണം. പിന്നെ PCV2 എന്ന് പറയും. PCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്ന് പറയും. ഇത് നമ്മുടെ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ ദാറ്റ് കോസ് ന്യൂമോകോക്കൽ ഡിസീസ്. നമുക്ക് പലതരത്തിലുള്ള ശ്വാസതടസ്സമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് ഈ PCV എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് 9 മന്ത്സിൽ എടുക്കേണ്ട വാക്സിൻസ്. MMR1. MMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രോഗങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. മീസൽസ്, മംസ്, റുബെല്ല. അടുത്തത് JE1 എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് എൻസെഫാലിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ജപ്പാൻ ജ്വരം എന്നൊക്കെ പറയും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് JE1. അടുത്തത് PCV ബൂസ്റ്റർ. PCV നമ്മൾ നേരത്തെ പറഞ്ഞു. PCV ബൂസ്റ്ററും എടുക്കണം നമ്മുടെ എത്രാമത്തെ മാസം? 9ാമത്തെ മാസം. നെക്സ്റ്റ് 16 to 24 മന്ത്സിൽ എടുക്കേണ്ട വാക്സിനാണ് MMRൻ്റെ 2nd ഡോസ്, JEയുടെ ജപ്പാൻ എൻസെഫലൈറ്റിസിൻ്റെ 2nd ഡോസ്. അടുത്തത് DPT ബൂസ്റ്റർ 1. DPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പെൻഡാവാലൻ്റ് പറഞ്ഞില്ലേ, അതിനകത്ത് 5 ഡിസീസിൻ്റെ ആയിരുന്നു. അതിലെ 2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കി 3 എണ്ണത്തിൻ്റെയാണ് ഈ DPT എന്ന് പറഞ്ഞത്. അതായത് ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്. ഇതിൻ്റെ 3നും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് DPT ബൂസ്റ്റർ 1. അതും ഈ 16 to 24 മന്ത്സിനിടയിലാണ് എടുക്കേണ്ടത്. അടുത്തത് OPV ബൂസ്റ്റർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, OPV പോളിയോയുടേത്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എയുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനും ഈ സമയത്താണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് 5 to 6 ഇയേഴ്സ്, 5 മുതൽ 6 വയസ്സ് വരെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ട വാക്സിനുകളാണ് DPT ബൂസ്റ്റർ 2. നമ്മുടെ DPT, അതായത് ഇച്ചിരി മുന്നേ പറഞ്ഞ DPT ബൂസ്റ്റർ 1ൻ്റെ 2ാമത്തെ ഡോസും എടുക്കണം. MMRൻ്റെ 3rd ഡോസും എടുക്കണം. ഇനിയാണ് 10 ഇയേഴ്സ് ഓൾഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന വാക്സിന് TD ആണ്. അതായത് ടെറ്റനസിനും അതുപോലെ തന്നെ അഡൽട്ട് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്ഷയം പോലെ ഉണ്ടാകുന്ന, കഫക്കെട്ട് പോലെ ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വാക്സിനാണ് TD എന്ന് പറയുന്നത്. അതാണ് 10ാമത്തെ വയസ്സിൽ എടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ 16ാമത്തെ വയസ്സിൽ ഇപ്പോൾ എടുക്കണമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. 16 വയസ്സാകുന്നതിന് മുൻപേ എടുക്കേണ്ട വാക്സിനാണ് അല്ലേ. അതാണ് TD എന്ന് പറയുന്ന ടെറ്റനസിനും അഡൽട്ട് ഡിഫ്തീരിയയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ. അതുപോലെ തന്നെ ഒരു വാക്സിൻ ഉണ്ട്, HPV വാക്സിൻ എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് നമുക്ക് പെൺകുട്ടികൾക്ക് മാത്രം എടുക്കേണ്ട വാക്സിനാണ് കേട്ടോ. പ്രൊട്ടക്ട് ഫ്രം, അത് അവർ എന്തിനൊക്കെ വേണ്ടി, വജൈനൽ ക്യാൻസറും അതുപോലെ തന്നെ ജെനിറ്റൽ വാർഡ്സ് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെൺകുട്ടികൾക്ക് എടുക്കേണ്ട ഒരു വാക്സിനാണ് ഈ HPV വാക്സിൻ എന്ന് പറഞ്ഞത്. അത് 11 മുതൽ 12 വയസ്സ് വരെ ഇടയിലാണ്. 9 വയസ്സ് തൊട്ട് എടുക്കുന്നവരുണ്ട്, പക്ഷേ 11 to 12 ആണ് അതിൻ്റെ കറക്റ്റ് കാലയളവെന്ന് പറഞ്ഞത്. അപ് ടു 26, ഒരു 26 വയസ്സ് വരെ പറയുന്നുണ്ട് എങ്കിലും കറക്റ്റ് സമയം 11 to 12 ആണ്. 26
ശേഷം ആ വാക്സിൻ എടുക്കുകയേ ചെയ്യരുത്. അതിന് എടുക്കേണ്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞത് ഈ 25-26 വയസ്സിനുള്ളിൽ, അതായത് 11 to 12 കറക്റ്റ് വാക്സിൻ എടുക്കേണ്ട സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്